ഹെയർ ആക്സസറീസ് ബിസിനസ് ചെയ്യുന്നവർക്ക് ക്രിസ്മസ് സ്പെഷ്യലായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഹെയർ ബാൻഡിൻ്റെ മേക്കിംഗ് വീഡിയോ ആണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ 0.4 mm സൈസ് വരുന്ന ഗോൾഡൻ ഷെയ്ഡിലുള്ള ഗിയർ വയർ എടുത്തിട്ടുണ്ട്. അതേപോലെ ഗോൾഡൻ ഷെയ്ഡിൽ വരുന്ന ബീഡ്സ് എടുത്തിട്ടുണ്ട്. ഇതിൽ കുറച്ച് ബീഡ്സ് ഞാൻ ഗിയർ വയറിലേക്ക് കോർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം വയറിൻ്റെ എൻഡിൽ നിന്ന് ഒരു 14 ഇഞ്ച് ലെങ്ത്ത് അളന്നെടുത്തതിന് ശേഷം ഈ ഒരു പോയിന്റിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ബീഡ്സ് ഒരെണ്ണം ഇട്ട് കൊടുത്തതിന് ശേഷം അതിനെ ടൈറ്റാക്കി പിടിച്ച് ചുറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. അതേപോലെ രണ്ടാമത്തെ ബീഡ്സും മൂന്നാമത്തെ ബീഡ്സും ഇട്ട് കൊടുക്കുന്നുണ്ട്. സെൻറ്ററിലുള്ള ബീഡ്സ് കുറച്ച് ലെങ്ത്ത് കൂട്ടിയാണ് ചെയ്യുന്നത്. അതിനുശേഷം 2 കമ്പിയും ചുറ്റി പിടിച്ച് ഒരു 5 to 6 ടൈംസ് അതിനെ ചുറ്റിയെടുക്കുന്നുണ്ട്. ഇനി വരുന്ന സ്റ്റെപ്പിൽ നമ്മൾ ബീഡ്സ് യൂസ് ചെയ്യുന്നില്ല. അതിന് പകരം കൈവച്ച് ചെറുതായിട്ട് ഒരു ഹോളാക്കി അതിനെ എടുക്കുക ചെയ്തത്. ഇവിടെ നമുക്ക് ബീഡ്സ് സ്റ്റിക്ക് ചെയ്യാനുള്ളതാണ്. ഇനി അതിനെ സെൻറ്ററിലേക്ക് ജസ്റ്റ് ഒന്ന് കൈവച്ച് ഒന്ന് പ്രസ് ചെയ്ത് ടൈറ്റ് ആക്കുന്നുണ്ട്. അതിനുശേഷം ആദ്യം ചെയ്തതുപോലെ 2 കമ്പിയും കൂട്ടിപ്പിടിച്ച് 5 to 6 ടൈംസ് ചുറ്റിയെടുക്കുകയാണ്. ഇതേ മെത്തേഡിൽ നമ്മൾ 4 ബ്രാഞ്ചസ് ആണ് ഇവിടെ ചെയ്തെടുക്കേണ്ടത്. അതിനുശേഷം ഇവിടെ 2 കമ്പിയും കൂട്ടിപ്പിടിച്ച് 5 to 6 ടൈംസ് അതിനെ ഒന്ന് ചുറ്റിയെടുക്കുകയാണ്. ഇനി ഈ ഫ്ലവർ ഇതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കണം. അതിൻ്റെ സെൻറ്ററിലൂടെ കമ്പി കോർത്തതിന് ശേഷം തിരിച്ച് വീണ്ടും സെൻറ്ററിൽ കൂടെ തന്നെ കമ്പി പുറത്തേക്ക് എടുത്ത് അതിനെ ടൈറ്റാക്കി ഫിറ്റ് ചെയ്യണം. അതിനുശേഷം വീണ്ടും 5 to 6 ടൈംസ് ആ കമ്പി ചുറ്റിയെടുക്കണം. സോ ഇത്രയാണ് നമ്മുടെ വർക്ക് വരുന്നത്. ഇനി ഈ വർക്ക് നമ്മൾ ഫുള്ളായിട്ട് ഈ കമ്പിയിൽ എത്രയാണോ ലെങ്ത്ത് വരുന്നത് അത്രയും ഫുള്ളായിട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഫിനിഷിംഗ് ലുക്ക് വരിക. ഇനി ഇത് നമ്മൾ ഹെയർ ബാൻഡിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു 3 mm വിഡ്ത്ത് വരുന്ന ഒരു മെറ്റൽ ഹെയർ ബാൻഡ് എടുത്തിട്ടുണ്ട്. ഇനി അത് കമ്പി യൂസ് ചെയ്ത് തന്നെ ഓരോ ബ്രാഞ്ചിൻ്റെ ഇടയിലൂടെയും ചുറ്റി മാക്സിമം ടൈറ്റായിട്ട് അതിനെ ചുറ്റിയെടുക്കുന്നുണ്ട്. ഓരോ ബ്രാഞ്ചിൻ്റെ ഇടയിലൂടെയും അതേപോലെ ഫ്ലവറിൻ്റെ ഇടയിലൂടെയും ഫുള്ളായിട്ട് ചുറ്റിയെടുക്കണം. അപ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ ഒരു ഫൈനൽ ലുക്ക് വരിക. ഇനി ഇതിൻ്റെ നമ്മൾ ഹോൾ ഇട്ടിരിക്കുന്ന ബ്രാഞ്ചിൽ ബീഡ്സ് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു വൈറ്റ് ബീഡ്സ് എടുത്തിട്ടുണ്ട്. ഇനി ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ബീഡ്സ് ഓരോന്നായിട്ട് ഹോളിൽ ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ക്രിസ്മസ് സ്പെഷ്യൽ ഹെയർ ബാൻഡാണ്. ഇതേ മെത്തേഡിൽ നമുക്ക് ടിയാരയായിട്ടും യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക്